ആരാധിച്ചാൽ നിനക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. നീ ആരാധിച്ചാൽ നിന്റെ സമ്പത്ത് വർദ്ധിക്കും. നീ ആരാധിച്ചാൽ നിന്റെ ബന്ധനം അഴിയും, നിന്റെ ചങ്ങല പൊട്ടും. നിനക്ക് ആരാധിച്ചാൽ അത് കിട്ടും, ഇത് കിട്ടും. ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കേട്ടോണ്ടല്ലേ ജനങ്ങൾ വരുന്നത്? ഇതിനകത്ത് എത്ര പേര് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്? കർത്താവ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ലസ്റ്റ് ഓഫ് ദി ഐസ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ദ പ്രൈഡ് ഓഫ് ലൈഫ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതാണ് നമ്മളെ വഞ്ചിക്കുന്ന നമ്മുടെ ശത്രുക്കൾ. പക്ഷെ ലസ്റ്റ് ഓഫ് ദി ഐസിനും ഇതിനു വേണ്ടിയല്ലേ നമ്മൾ പുറകെ പോകുന്നേ? കൺമോഹത്തിനും ജഡമോഹത്തിനും ജീവനത്തിന്റെ പ്രതാപത്തിനുമല്ലേ ഇന്ന് ഉപവാസ പ്രാർത്ഥന തന്നെ നടക്കുന്നത്. നമ്മളിൽ പലരും ഉപവാസം എടുക്കുന്നതിനാണെന്നറിയാമോ? നമ്മുടെ കണ്ണ് മോഹിച്ചത് കിട്ടാൻ വേണ്ടിയാണ്. കൺമോഹം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ണ് മോഹിക്കുന്നതാണ് കൺമോഹം. കണ്ണ് മോഹിച്ചത് വാങ്ങിക്കാൻ കൈ കാശില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്തോളും? ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചത് കിട്ടും എന്ന് പറയുന്നു. ദൈവം യേശുവിന്റെ പിന്നാലെ നമ്മൾ പോകുന്നതിന്റെ കാരണം തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ഉപേക്ഷിക്കണോ ആ കാര്യത്തിന്റെ പേരിലാവുകയാണെങ്കിൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് യേശുവിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ പിശാചിനെ ജയിച്ച സാക്ഷ്യം എന്തായിരുന്നു? അതിന്റെ താഴെ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ എന്തായിരുന്നു അവരുടെ സാക്ഷ്യം? അവരുടെ സാക്ഷ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ ഒരു വിഷയമേ അല്ലെന്നാണ്. ഞങ്ങൾക്ക് സമ്പത്തും വേണ്ട, സ്വത്തും വേണ്ട, പണവും വേണ്ട, പ്രതാപവും വേണ്ട, ഞങ്ങൾക്ക് ജീവൻ തന്നെ വേണമെന്നില്ല, പിന്നല്ലേ ജീവിതത്തിലെ കാര്യങ്ങൾ. ഈ സാക്ഷ്യമാണ് പിശാചിനെ ജയിച്ച സാക്ഷ്യം എന്ന് പറയുന്നത്. That they loved not their life even unto death. മരണത്തെ പോലും പേടിയില്ലാതെ മടിയില്ലാതെ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, we are not looking for anything of this world. ഞങ്ങൾ ലോകത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുമല്ല ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുന്നത്. We need our Jesus, that's all. The one who died for me. എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ മാത്രം എനിക്ക് മതി. അല്ലാതെ യേശു തരുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ല. അവർ മരണപര്യന്തം ജീവനെ സ്നേഹിച്ചില്ല. അതാണ് സാക്ഷ്യം. ആ സാക്ഷ്യമാണ് പിശാചിനെ ജയിക്കുന്ന സാക്ഷ്യം. ഈ സാക്ഷ്യം നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, നീ എനിക്കൊന്നും തരണ്ട, നീ എനിക്ക് തന്നു തന്നെ വേണമെങ്കിൽ അങ്ങ് എടുത്തോ, ഐ ഡോണ്ട് കെയർ എന്ന് നമ്മൾ പറയുമോ? അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? പിശാചിനെ ജയിക്കാൻ പറ്റുന്നത്.